ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് 5 രൂപയുടെ ഒരു ബൂസ്റ്റ് പൊടിയും അതുപോലെ തന്നെ കുറച്ച് പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല കേട്ടോ. മിക്സി ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 കോഴിമുട്ട ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കോഴിമുട്ട എന്നുണ്ടെങ്കിൽ 3 മതിയാവും. ഈ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 എടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ആ ഒരു കേക്കിൻ്റെ സൈസൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പോളം 250 ml കപ്പിന് 1 കപ്പോളം പൊടിച്ചിട്ടുള്ള പഞ്ചസാര കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ 3/4 കപ്പോളം മതിയാവും. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പോളം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1/4 കപ്പോളം തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പോവരുത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 പാക്ക് ബൂസ്റ്റ് പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ 5 രൂപയുടെ പാക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂല. അത് ഒരു 3 എണ്ണമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റിനടുത്ത് കണ്ടിട്ടൊക്കെ നമ്മളൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിഞ്ഞ് കിട്ടൂല. അതിപ്പോൾ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് ഞാനിപ്പോൾ 1 മിനിറ്റോളൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതൊരു ബൗളിൽ മാറ്റിയിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതിലേക്കുള്ള ഓവൻ സെറ്റപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വെച്ചിട്ടാട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിന് പകരം നമുക്ക് ചെമ്പട്ടി എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. സിമ്മിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മളെ ബാറ്റർ റെഡിയായി വരുമ്പോഴേക്കും ഇത് ചൂടായിട്ട് വരും. ഇനിയിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ ഒരു 10 മിനിറ്റോളം 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് സെപ്പറേറ്റ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെ സെപ്പറേറ്റ് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടലായിട്ട് 1/4 കപ്പോളം മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ചോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ച് മതിയാവേ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിങ്ങനെ കട്ടകളോ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാട്ടോ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാട്ടോ എടുത്തിട്ടുള്ളത്. അതിന് താഴ്ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിന് താഴ്ഭാഗത്ത് ആ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഓരോന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതും ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കേക്ക് മിക്സിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2-3 തവണ ആക്കിയിട്ട് ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ലാസ്റ്റ് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. സൈഡിലൊക്കെ ഇങ്ങനെ മാവന്തി ഒട്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കറക്റ്റായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഒരു സൈഡിലോട്ട് തന്നെ ആക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാട്ടോ. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒട്ട് നിർബന്ധമൊന്നുമില്ല. ആ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവർ തന്നെ നന്നായിട്ടുണ്ടാവും. ഇതെല്ലാം ഇതിലേക്ക് അങ്ങ് മാറ്റിയെടുത്താൽ മതി.
ഈ ഒരു 3-4 തവണ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു 3-4 തവണ ഒന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടെ ഇങ്ങനെ നമുക്ക് ആ ഒരു എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓവൻ ഉണ്ടല്ലോ, ആ ഓവൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 40 to 45 മിനിറ്റ് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വരും. ഇതങ്ങ് അടിച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിലോട്ട് മാറ്റിയാൽ മതി. എന്നിട്ടൊരു 40 to 45 മിനിറ്റ്, ഒരു 40 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ആയി വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റോളം കൂടി വെക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുക്കായിട്ട് വരും. ഓവനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ടൈം തന്നെ കേട്ടോ എടുക്കുക. ഇപ്പോൾ അതാ ഒരു 40 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേക്ക് ആയി വന്നിട്ടുണ്ടോ എന്നുള്ളത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു ടൂത്ത് പിക്കോ അല്ലാതെ സ്ക്വയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ തന്നെ ഒന്ന് കുത്തി നോക്കട്ടോ. ഇതുപോലെ അതിലെന്തെങ്കിലും സ്റ്റിക്കായിട്ടൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് അതിലൊന്നും ഒട്ടിയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കുക്കറിൽ നിന്ന് കേക്ക് മാറ്റിയെടുക്കാം. ഇനി കേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ അതാ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇതുപോലെ സ്പാച്ചിലൊന്ന് യൂസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് വിരിയിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നൈഫ് ഒന്ന് യൂസ് ചെയ്തിട്ടും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സൈഡൊക്കെ ഇതുപോലെ ഒന്നങ്ങ് വിരിയിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരു പ്ലേറ്റ് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഒന്ന് കമഴ്ത്തി എടുത്തിട്ട് ബാക്ക് സൈഡിൽ 2 തട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്ക് തന്നെ ആ ഒരു കേക്ക് അതിൽ നിന്ന് അങ്ങ് അടർന്ന് വന്നോളൂ. ഇല്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബട്ടർ പേപ്പർ അതിൽ നിന്ന് അങ്ങ് മാറ്റിയെടുക്കാം. നല്ല പഞ്ഞി പോലെയുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അധികം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ലേസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ക്രീമൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനും കൂടെ പറ്റുന്ന കേക്കാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ടായിട്ട് പോരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ബൂസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കേക്ക് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.